എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്, പാവയ്ക്ക തീയൽ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 2 പിടിയോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടിയിലൊന്നും പിടിക്കരുത്. ഫ്ലെയിം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 ഇതൾ കറിവേപ്പിലയും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ട ഒരു വിധത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള പൊടിയാണ്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മഞ്ഞൾ അധികം വേണ്ട, പാവയ്ക്കയ്ക്ക് കയ്പ്പ് അധികമായിട്ട് തോന്നും. ഇത് നന്നായിട്ട് തേങ്ങയിൽ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് കരിയാണ്ട് നോക്കണം. പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതെല്ലാം തണുത്ത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കേണ്ടതാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി, നീണ്ട പുളി, അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം മതി. ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് ഇത്തിരി വലുതായിപ്പോയി. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഏകദേശം ഒരു 2 വലിയ പാവയ്ക്ക, അതായത് കൈപ്പയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഇത് ഇതേപോലെ നീളത്തിൽ ഈ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, അത്യാവശ്യത്തിന് കറിവേപ്പില, ചെറുള്ളി അത്യാവശ്യം അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒരുപാട് നൈസാക്കിയിട്ടല്ല, ഈ ഒരു വലുപ്പത്തിലാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തീയിലുണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം നന്നായി ചൂടായി. അതിലേക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്നാൽ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. അതേപോലെ 2-3 ഉണക്കമുളകും 2ആക്കി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കയെല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്.
നല്ല വെള്ള പാവയ്ക്കയാണെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി നന്നായിരിക്കും. ഇത് അത്യാവശ്യം കയ്പുള്ള പാവയ്ക്കയാണ്. എന്നാലും കറിക്കൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉലുവാപ്പൊടി ചേർക്കും. ഇത് ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. കറിക്ക് ഒരുപാട് കയ്പൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഉലുവാപ്പൊടി അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം പാവയ്ക്കയുടെ വേവൊക്കെ ഇതിൽ നമുക്ക് വെന്ത് കിട്ടണം. ഇനി എടുത്ത് വെച്ചേക്കുന്ന കുഞ്ഞുള്ളി, അതേപോലെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ അതിനൊരു പാവയ്ക്ക എടുത്ത് കഴിച്ച് നോക്കുക. ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പാവയ്ക്കയുടെ വേവൊക്കെ അതിൽ തീർന്നോന്ന്. പാവയ്ക്ക വെന്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട പുളിവെള്ളം ചേർത്തി കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒരു തിള വരുമ്പോൾ നോക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഉപ്പൊക്കെ നോക്കുക. ഈ ഒരു സമയത്ത് എനിക്ക് ഈ പുളിയൊക്കെ മതി. അപ്പോൾ ഞാൻ ബാക്കി പുളിവെള്ളം മാറ്റി വെച്ചു. ഇനി നന്നായിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്തി കൊടുക്കുക. ഇതിലേക്ക് അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തി അതിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് എത്രത്തോളമാണ് കറിക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ എപ്പോഴും നല്ലൊരു കുറുകിയ പരുവത്തിലാണ് തീയലുണ്ടാക്കുക. പാവയ്ക്കൊക്കെ ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് ഒരുപാട് ഞാൻ വെള്ളം ഒഴിക്കാറില്ല എപ്പോഴും. ഇനി ഇത് ചെറിയ തീയിൽ ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്നും കുറേശ്ശെ എണ്ണ കിനിയണത് കാണും. ആ ഒരു സമയത്ത് നമുക്ക് കറി ഓഫ് ചെയ്യാം. പിന്നെ പാവയ്ക്ക തീയിൽ ഇരുന്ന് അത്യാവശ്യം കുറുകിക്കോളും. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. അത്യാവശ്യം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. നമ്മൾ പരിപ്പൊക്കെ ഒഴിച്ചേക്കുന്നതാണ്. പോരാന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പാവയ്ക്കയുടെ കയ്പും പുളിയുടെ ആ രസവും ഉപ്പും എല്ലാം പാകത്തിന് നിൽക്കണം. അപ്പോഴായിരിക്കും തീയലിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, എനിക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടി. നമ്മളുടെ പാവയ്ക്ക തീയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റേറിയൻ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.